ഹലോ ഡാ, അവിടുന്ന് ഓരോ നമ്പറിന്ന് വിളിച്ച് സംസാരിക്കുന്നതിന് പകരം എങ്ങനെ രക്ഷപ്പെടണമെന്ന് ആലോചിക്കടാ. നിനക്ക് മനസാക്ഷി ഉണ്ടടാ? ഒരു പെണ്ണിന് വേണ്ടി എന്നെ തട്ടാൻ പറഞ്ഞല്ലേ? തോന്നിയ ദിവസം പറയല്ലേ, ഞാൻ അവന്മാരെ പേടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത്. നിന്നെ ഞാൻ കളയോടാ, നിനക്ക് വേണ്ടിയല്ല ഞാനിങ്ങനെ ഓടുന്നത്. എല്ലാ ഡാഷും ഞാൻ അറിഞ്ഞടാ. നീ പറഞ്ഞൊക്കെ സ്പീക്കറിലിട്ട് കാണിച്ചു, ഞാൻ കേട്ടടാ. ഡാ, ആ നാരികൾ എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചെന്ന് വെച്ച് അതൊക്കെ വിശ്വസിച്ച് നീ എന്റെ വെക്കിട്ട് കയറോ? ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് പറയാൻ കേട്ടോ. എന്തൊക്കെയാണ് ഈ പറയുന്നത്? സത്യാണോ? ശരി വിട്, ഞാൻ രക്ഷപ്പെട്ടില്ലേ, ഇനി ഞാൻ നോക്കിക്കോളാം. ഇത് രക്ഷപ്പെടുന്നോ? ഡാ, നീ ഇങ്ങനെ അത്ര ഈസി ആയിട്ട് അവിടെ രക്ഷപ്പെട്ടെ? ഡാ, ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞപ്പോ സന്തോഷിക്കാതെ വിഷമിക്കാനോടാ. അതൊരു മണ്ടന്മാരെ ഗാങ്ങാളിയാ. അതിലെ ഏറ്റവും മണ്ടൻ എന്റെ കൈ കെട്ടിയിരുന്ന കയറൊക്കെ അയച്ചു വിട്ട് എന്നെ രക്ഷപ്പെടാൻ സഹായിച്ചു. അവസാനം അവനെയും പറ്റിച്ച് അവന്റെ സെൽഫോൺ അടിച്ചു മാറ്റി ഞാൻ ഇറങ്ങി വന്നു. അതോർക്കുമ്പോ മനസ്സിന് വല്ലാത്ത വിഷമം. ഡാ, എനിക്കിതിൽ എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. ഇത് നീ രക്ഷപ്പെട്ടതല്ല, അവന്മാർ നിന്നെ രക്ഷപ്പെടാൻ വിട്ടതാ. നിനക്ക് ചുറ്റും അവന്മാർ ആരെങ്കിലും നിൽപ്പണം നോക്കേ. നീ എന്തൊക്കെയാടേ പറയുന്നേ? ഒന്ന് നോക്കണം. അതെ എളിയാ, അവന്മാർ എന്നെ തന്നെയാടാ നോക്കുന്നേ. എനിക്ക് തോന്നി പറയുന്ന കേട്ടോ. ഇപ്പൊ നീ എന്ത് ചെയ്താലും നിന്നെ നോട്ട് ചെയ്തോണ്ട് തന്നെ ഇരിക്കും. നീ എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും വിളിച്ച് സംസാരിച്ചോ? ഇല്ല മച്ചാനെ, ഞാൻ ആരും വിളിച്ചില്ല. അല്ല, ആദ്യം നിന്നെ ട്രൈ ചെയ്തപ്പോ നിന്റെ ലൈൻ ബിസി ആയിരുന്നു. അതുകൊണ്ട് നിന്റെ അമ്മയെ വിളിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിടാളിയാ. ഏതോ അമ്പലത്തിലാന്നാ പറഞ്ഞേ. പാവം പേടിച്ചിപ്പോ എന്നെ കാണാൻ വന്നോണ്ടിരിക്കടാ മച്ചാനെ. നിനക്ക് വല്ല വെളിവുണ്ടോ? നീ ഇത് കോപ്പറായി കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ശരി കേട്ടോ, ഞാൻ പറയുന്ന അതേപോലെ ചെയ്യാം. നീ എവിടെയെങ്കിലും വെച്ച് അമ്മയെ കാണുകയാണെങ്കിൽ അമ്മയെ പരിചയമില്ലാത്ത പോലെ അഭിനയിക്കേ. ശരി ശരി മച്ചാനെ, ബൈ ബൈ ബൈ. ഓട്ടോ എവിടെ നിർത്തണ്ട, സ്പീഡായിട്ട് പോക്കോ. ആ വിട്ടോ വിട്ടോ, വേഗം വിട്ടോ. ഞാൻ അവനെ ഫോളോ ചെയ്യാം. നീ മിത്രനെ വിളിക്കേ. ചെല്ലേ. ഹലോ അമ്മ, ഒന്നുമില്ല അമ്മ, ദയവിത് ആദ്യം കാണാൻ പോരുത് പ്ലീസ്. എന്താടാ കാര്യം? നീ എവിടെയാണത്? ഹലോ അമ്മ. ഹലോ, എന്താ ഇവൻ പറയുന്നൊന്നും കേൾക്കാതെ? ചേട്ടാ ഒന്ന് വേഗം വിട്ടോ. ലൗഡ് സ്പീക്കർ. ഹലോ ഹലോ അളിയാ, നീ പറഞ്ഞ പോലെ ഞാൻ ഹോട്ടലിൽ പോയിക്കൊണ്ടിരിക്കാ. ജംഗ്ഷൻ കഴിഞ്ഞടാ. അമ്മ എന്നെ ഫോളോ ചെയ്ത് വന്നോണ്ടിരിക്കടാ. ഡാ, അവന്മാര് പുറകെ തന്നെ ഉണ്ടടാ മച്ചാനെ. എനിക്ക് പേടിയാവുന്നടാ. നോക്ക്, കാര്യം ചെയ്യും. വണ്ടി നേരെ കോടതിയിലേക്ക് വിടും. കോടതിയിലേക്ക് എന്തിനാണോ പോന്നേ? പറയുന്ന അങ്ങോട്ട് ചെയ്യ, ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കില്ല. ഒരു കാര്യം ചെയ്യ, അവിടെ ചെന്ന് തറയിലിരിക്കെ. ബീവറേജ് അടച്ചു പൂട്ടണം, മരണം വരെ നിരാഹാരം എന്ന് പറഞ്ഞ് ഒച്ച വെക്ക്. നിന്റെ ശബ്ദം കേട്ട എല്ലാ മീഡിയാസും നിന്നെ ഫോക്കസ് ചെയ്യണം. എന്നെ കൊണ്ട് കുടിക്കാതിരിക്കാനൊന്നും പറ്റില്ല. നീ എന്താ കളിക്കണോ? നീ ഒരുത്ത നിരാഹാരം ഇരിക്കുന്നോണ്ട് ബീവറേജ് അടച്ചു പൂട്ടൊന്നുമില്ല. പോലീസുകാർ നിന്നെ വന്ന് അറസ്റ്റ് ചെയ്യും. നിനക്ക് എന്തെങ്കിലും പറ്റിയ അതിന് ഉത്തരവാദി പോലീസുകാരാണെന്ന് മീഡിയക്കാരോട് ഉറക്കെ പറയണം. അതിനുശേഷം പോലീസുകാർക്ക് പോലും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരി മച്ചാനെ, അങ്ങനെ തന്നെ ചെയ്തേക്കാം. പൂട്ട് പൂട്ട്, ബീവറേജ് അടിച്ച് പൂട്ട്. വലിയ പൂട്ടിട്ട് പൂട്ട്. മൂട് മൂട്, ബീവറേജ് അടിച്ച് മൂട്. ഞാൻ എന്തിനാ എണിക്കണം? ഇതെന്റെ അവകാശ. ഞാൻ എണിക്കില്ല. അടച്ചു പൂട്ട്, അടച്ചു പൂട്ട്. പോലീസിന്റെ അതിക്രമം നിർത്തലാക്കുക. പോലീസിന്റെ അതിക്രമം നിർത്തലാക്കുക. എനിക്ക് എന്ത് സംഭവിച്ചാലും മോളെ, നമ്മുടെ കല്യാണ ചെക്കനാണോ ഇത്? പോലീസിന്റെ അതിക്രമം നിർത്തലാക്കുക. എനിക്കെന്ത് സംഭവിച്ചാലും പോലീസാണ്. എന്താ മോളെ, കല്യാണത്തിന് 4 ദിവസം ഉള്ളപ്പോ ഇവനെന്താ ഇങ്ങനെ കാണിക്കുന്നത്? ഏത് നേരം മിച്ചറും തിന്നിരിക്കും. അവനാള് ശരിയല്ലാന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. വേണ്ട വേണ്ടാന്ന് ആരെങ്കിലും കേട്ടോ? ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് എന്ത് സംഭവിച്ചാലും അതിന് പോലീസാണ്. എത്ര പ്രാവശ്യം പറയേണ്ടത് നിൽക്കാൻ പാടില്ലെന്ന്. നിന്നോടാ ചോദിക്കുന്നേ. എന്ത് മോനോ? ഞാൻ നാട്ടുകാർക്ക് വേണ്ടി പോരാട്ടം നടത്താ അല്ലേ? നിങ്ങളുടെ മോനെന്ന് എനിക്കറിയില്ല. പോണെന്ന് എന്തൊക്കെയാടി ഉമ്മാര് കാണിക്കുന്നേ? സത്യനെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. പ്രശ്നം എന്താന്ന് ഒരു പിടുത്തവുമില്ല. ഇനി ഞാൻ എന്താ ചെയ്യാ? ഒന്ന് വേഗം വാടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതെ, നിങ്ങളാണോ സത്യന്റെ അമ്മ? അതെ, എന്റെ മോനെ അവൻ. എന്താ പ്രശ്നം? ഒന്നുമില്ലെന്നേ, പേടിക്കാനൊന്നുമില്ലെന്നേ. എന്തോ പ്രശ്നം അത്രേ, അതുകൊണ്ട് ആദ്യം ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. പോകാം.
വണ്ടി എടുക്കടാ, വേഗം. സാറേ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക അവന്മാർ ആരാന്ന് അറിയില്ല. നീ വണ്ടി എവിടെ നിർത്തണ്ട, ഞാൻ പറയുന്ന വഴിക്ക് വാ. ഓപ്പോസിറ്റ് ഞാനും വരുന്നുണ്ട്. ശരി സാറേ. ഹലോ മിത്ര, അവന്റെ ഫാമിലിനെ കണ്ടു, ഫോളോ ചെയ്യോ? നീ പെട്ടെന്ന് അമ്മയെ അനിയത്തി വിളിച്ചോണ്ട് ഇവിടുന്ന് പോ. അതെങ്ങനെയാ സാറേ? സാറിന്റെ ഒട്ടിക്കോട്ട് ഞങ്ങൾ പോകും. മിണ്ടാതെ പോവാനാ പറഞ്ഞു. എന്റെ തെറ്റ് തന്നെയാ. നിന്നെയൊക്കെ അന്നേ കൊല്ലണമായിരുന്നു. ഇപ്പൊ പോലും ജസ്റ്റ് മിസ്സാ. നീ എത്തിയില്ലായിരുന്നെങ്കിൽ നിന്റെ കുടുംബത്തെ ഞാൻ തീർത്തനെ. എടാ, നീ ഞങ്ങളടിക്കാൻ വന്നിരുന്നെങ്കിൽ ചിലപ്പോ പേടിച്ചോടിയാനെ. പക്ഷെ എന്റെ കുടുംബത്തെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ. എന്ത് ചെയ്യൂടാ നീ? ഡാ, ഇപ്പോഴല്ലേ പറഞ്ഞ് എന്റെ കുടുംബത്തെ തൊട്ട് കളിച്ച ഞാൻ വെറുതെ വിടില്ലെന്ന്.
എന്താടാ പറഞ്ഞേ? ഇവള് നിന്റെ കുടുംബമാണെന്നോ? ഞാനിവിടെ തീർക്കോടാ. എന്തിയോടാ നീ? എന്താ അപ്പൂപ്പം കൊള്ളാലോ, എന്നെ തന്നെ കടത്തി വെട്ടിയല്ലേ. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഈ മാറ്റർ ടി വിയിൽ വരും. നമ്മുടെ നാട്ടുകാരെ എന്ത് കുറ്റവും ക്ഷമിക്കും. എന്നാ സ്ത്രീകളെയും കുട്ടികളെയും തൊട്ട് കളിച്ചാ പണി പാർസൽ കിട്ടും. അവസാന കാലം ജയിലിൽ തന്നെ കിടക്ക്. ഇനി എങ്ങാനും ചരട് വലിച്ച് പുറത്തിറങ്ങാൻ നോക്കിയാലേ. പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടികളെ അയൽ രാജ്യങ്ങളിൽ ജോലി വാങ്ങി തരാമെന്ന് പറഞ്ഞു പറ്റിച്ച് തട്ടിക്കൊണ്ടുപോയവരെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ പക്കലുണ്ടായിരുന്ന ചില പെൺകുട്ടികളെ രക്ഷപ്പെടുത്തി. ഇതുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ ഹൈദരാബാദിലുള്ള ഒരു ട്രസ്റ്റിനും ഇതുമായി ബന്ധമുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതിന്റെ ഉടമ അപ്രൂവറായി മാറിയതുകൊണ്ട് തടവിലുള്ള എല്ലാ പെൺകുട്ടികളെയും രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് പോലീസ് വാഗ്ദാനം നൽകിയിരിക്കുന്നു. എന്റെ ഇത്രയും കൊല്ലത്തെ സർവീസില് ഞാൻ ആദ്യമായിട്ട് ഒന്ന് ഷൂട്ട് ചെയ്തത്. അതെ, നീ വെറുതെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് വരാൻ പറഞ്ഞു. നന്നായി. ഒരുത്തൻ ലവറിനെ കാണുന്നില്ലെന്ന് കംപ്ലൈന്റ് തരാൻ വന്നു. അവൻ ഉള്ളതുകൊണ്ട് ഇവിടെ എത്തി. ആ വീഡിയോ ഒന്ന് ദയവായിട്ട് ഡിലീറ്റ് ചെയ്യും. സർ, അങ്ങനെ സംഭവിച്ച കാര്യം തന്നെ മറന്നേ. വന്നതിന് താങ്ക്സ് സർ. താങ്ക്സ് പറയേണ്ടത് എന്നോടല്ല, അവനോട് പറയും. ഹലോ, ബ്രദർ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇതാണ് മിസ്റ്റർ ഗജേന്ദ്രൻ. നിങ്ങളെ സിൻസിയറായിട്ട് പ്രണയിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ഇയാളാണ്. ഇവനോ? ആ, എന്നെ കുറിച്ച് എന്തോ കുറ്റം പറയാന്ന് തോന്നുന്നു. ഒരു ദിവസം എത്ര മിസ്സിംഗ് കേസാടോ. ശരി, ഗ്രൂപ്പിൽ വാട്സാപ്പ് ചെയ്യ്, ഞാൻ നോക്കി പറയാം. ഇങ്ങോട്ട് വാടാ. മെയ് ഇറങ്ങി വാടോ. ഭയങ്കര ഉത്തരവാദിത്തമാണല്ലോ. എന്താ അബദ്ധം പറ്റി വിളിച്ചതാ. ഇങ്ങനെയാവെന്ന് വിചാരിച്ചില്ല. എന്താ സാറേ? നിന്റെ പേരെന്താ? ഇപ്പൊ ജനിച്ച കുഞ്ഞിന് വരെ അറിയാതെ. പറയാനല്ലേ പറഞ്ഞ? അല്ല സാർ, എന്റെ പേര് ഗജാന്ന. വേൾഡ് വൈഡ് ഫേമസാ. അവിടെ നിന്റെ ഭാര്യ ഭർത്താവിനെ കാണുന്നില്ലെന്ന് കംപ്ലൈന്റ് കൊടുക്കുന്നു. നീ ഇവിടെ നിന്റെ ലവറിനെ കാണുന്നില്ലെന്ന് കംപ്ലൈന്റ് കൊടുത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് കളിക്കാ. അങ്ങനെയല്ല സാർ, ഞാനൊരു ബൾക്ക്, എന്റെ ഭാര്യ ഒരു ഹൾക്ക്, ഇൻ ബിറ്റ്വീൻ ഒരു സിൽക്കിനെ പൊക്കാന്ന് കരുതിയത്. സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോ നിനക്ക് കോമഡി അല്ലേ? ഞാൻ കോമഡി പോലും സീരിയസ് ആയിട്ട് സാറേ പറയൂ. മിസ്റ്റർ ബോസ് വെങ്കട്ട്.